സ്പോട്ട് ലൈവിലേക്ക് വീണ്ടും കളമശ്ശേരി സ്ഫോടന കേസിലേക്കാണ് ഇനി പോകുന്നത്. സംഭവം നടന്ന 6 മാസം തികയും മുൻപേ അന്വേഷണ സംഘം കോടതിയിൽ കുറ്റപത്രം സമർപ്പിച്ചു. തമന സ്വദേശി ഡൊമിനിക് മാർട്ടിൻ മാത്രമാണ് കേസിലെ പ്രതി. പ്രതിക്ക് മറ്റാരുടെയും സഹായം ലഭിച്ചിട്ടില്ലെന്നും സ്ഫോടനത്തിലേക്ക് നയിച്ചത് യഹോവ സാക്ഷി പ്രസ്ഥാനത്തോടുള്ള എതിർപ്പാണെന്നും കുറ്റപത്രത്തിൽ പറയുന്നു. കഴിഞ്ഞ ഒക്ടോബർ 29-നാണ് കളമശ്ശേരിയിലെ കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടന്നത്. ഡാനി ഇപ്പോൾ ചേരുന്നു വിശദാംശങ്ങളുമായി. ഡാനി, 8 പേരാണ് ആ സ്ഫോടനത്തിൽ 8 പേരുടെ ജീവനാണ് നഷ്ടപ്പെട്ടത്. അതായത് കേരളത്തിൽ നടന്ന ഒരു സ്ഫോടന കേസിൽ ഇത്രയധികം ആളുകൾ കൊല്ലപ്പെടുന്നത് തന്നെ ഏറെ നടുക്കമുണ്ടാക്കിയ ഒരു കേസായിരുന്നു, സംഭവമായിരുന്നു. അതിൽ പല രീതിയിലുള്ള സംശയങ്ങളുണ്ടായിരുന്നു. തീവ്രവാദ സ്വഭാവമുണ്ടോ എന്നൊക്കെ പോലീസ് ക്രൈംബ്രാഞ്ചൊക്കെ അന്വേഷിച്ചിരുന്നു. എന്നാൽ ഇതിന് പിന്നിൽ മറ്റൊരു തരത്തിലുള്ള ഒരു സഹായവും ഡൊമിനിക് മാർട്ടിന് ലഭിച്ചിട്ടില്ല എന്ന് തന്നെയാണ് കുറ്റപത്രത്തിൽ പറയുന്നത്. എന്താണ് കുറ്റപത്രത്തിലെ മറ്റു വിശദാംശങ്ങൾ, ഡാനി? ടോം, എറണാകുളം പ്രിൻസിപ്പൽ സെഷൻസ് കോടതിയിലാണ് ക്രൈംബ്രാഞ്ച് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇത് സംബന്ധിച്ച് നാളുകൾ നീണ്ട ഒരു അന്വേഷണവും കാര്യങ്ങളുമെല്ലാം തന്നെ അന്വേഷണ സംഘം പൂർത്തീകരിച്ചിരിക്കുന്നു. ഇതിനുശേഷമാണ് ഇപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. ഇതിൽ പറയുന്ന ഏറ്റവും സുപ്രധാനമായ കാര്യം ഇതിൽ മറ്റ് പ്രതികളില്ല എന്നത് തന്നെയാണ്. പ്രതി ഒരാൾ മാത്രമാണ്, അത് തമിഴ്നാട് സ്വദേശിയായ ഡൊമിനിക് മാർട്ടിൻ. ഇയാൾ മാത്രമാണ് ഈ കേസിലെ പ്രതി എന്നാണ് അന്വേഷണത്തിൽ കണ്ടെത്തിയിരിക്കുന്നത്. അതോടൊപ്പം തന്നെയാണ് ഇയാൾക്ക് മറ്റ് സഹായങ്ങൾ ഒന്നും തന്നെ ഇതിൽ ലഭിച്ചിട്ടില്ല. ഇയാൾ ഒറ്റയ്ക്ക് തന്നെയാണ് ഇത് ആസൂത്രണം ചെയ്തതും ഈ ബോംബ് നിർമ്മിച്ചതും അതോടൊപ്പം തന്നെ ഇത് നടപ്പാക്കിയതുമെല്ലാം തന്നെ ഇയാൾ ഒറ്റയ്ക്കാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിശകലനത്തിലും വിശദമായ അന്വേഷണത്തിലും എല്ലാം തന്നെ തെളിഞ്ഞിരിക്കുന്നത്. അങ്ങനെയാണ്, മറ്റാരും തന്നെയില്ല. ഇതിന് കാരണമെന്ന് പറയുന്നത് ഈ യഹോവ സാക്ഷികളുടെ വിശ്വാസങ്ങളുടെ ഒരു ഭാഗമായിരുന്നു ഇയാൾ. പിന്നീട് ആ ഒരു സംഘത്തോട് ഉണ്ടായിരുന്ന ഇയാളുടെ ഒരു അമർഷവും വിദ്വേഷവും എല്ലാം തന്നെയാണ് ഇങ്ങനെയൊരു കൊടും പാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ്. ഈ കാര്യങ്ങളെല്ലാം തന്നെ ഇയാൾ തുടക്കത്തിൽ തന്നെ, കേസിൻ്റെ വളരെ തുടക്കത്തിൽ തന്നെ ഇത് പറഞ്ഞിരുന്നു. ഇയാൾ വീഡിയോയിലൂടെ വന്ന് അന്ന് ഇത്തരം കാര്യങ്ങൾ പറയുന്ന വീഡിയോ അടക്കം പോസ്റ്റ് ചെയ്തിരുന്നു. അന്ന് പറഞ്ഞ ആ കാര്യങ്ങൾ തന്നെയാണ് അന്വേഷണ സംഘത്തിന് കണ്ടെത്താൻ കഴിഞ്ഞിട്ടുള്ളത്. മറ്റൊന്നും അതിനപ്പുറത്തേക്ക്, അയാൾ പറഞ്ഞതിനപ്പുറത്തേക്ക് മറ്റൊന്നും തന്നെ ഈ കേസിലില്ല എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. അതുകൊണ്ടാണ് ഇത് പൂർത്തിയാക്കിക്കൊണ്ട് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. നേരത്തെയും പലതവണ ഡൊമിനിക് മാർട്ടിനെ കസ്റ്റഡിയിൽ വാങ്ങിച്ചു. പ്രത്യേകിച്ച് ഇയാളുടെ ഒരു ബന്ധങ്ങൾ എന്തായിരുന്നു, മറ്റ് പലരെയും ഇയാൾ ഫോൺ വിളിച്ചിട്ടുണ്ടെന്നതടക്കമുള്ളൊരു സംശയങ്ങളുണ്ടായിരുന്നു. ഇയാൾ ഒരാളെ മാത്രമായിരുന്നു പിന്നീട് ആ സമയത്ത് വിളിച്ചിരുന്നതെന്നാണ്. പക്ഷേ അത് ഈ കേസുമായിട്ടുള്ളൊരു ബന്ധപ്പെട്ടൊരു കാര്യവുമായിരുന്നില്ല എന്നാണ് അന്വേഷണ സംഘം കണ്ടെത്തിയിരിക്കുന്നത്. മറ്റാരുമായും തന്നെയും ഇയാൾക്ക് ഈ ഒരു ആസൂത്രണത്തിൻ്റെ കാര്യത്തിൽ ഒരു ബന്ധവുമില്ല. ഇയാൾ ഒറ്റയ്ക്ക് ആസൂത്രണം ചെയ്യുകയും ബോംബ് നിർമ്മിക്കുകയും അത് ഇവിടെ കൊണ്ടുവന്ന ഈ യഹോവ സാക്ഷികളുടെ കൺവെൻഷൻ നടന്ന കളമശ്ശേരിയിലുള്ള സാമ്പ്ര കൺവെൻഷൻ സെൻറ്ററിലേക്ക് അത് സ്ഥാപിക്കുകയും അത് പൊട്ടിക്കുകയുമായിരുന്നു, അത് ഉപയോഗിക്കുകയുമായിരുന്നു എന്ന് തന്നെയാണ് ഈ അന്വേഷണ സംഘം കണ്ടെത്തിയിട്ടുള്ള. മറ്റ് തെളിവുകളൊന്നും അയാൾ പറഞ്ഞു ഡൊമിനിക് മാർട്ടിൻ്റെ മൊഴികൾക്കപ്പുറത്തേക്ക് സഞ്ചരിക്കാൻ അല്ലെങ്കിൽ കൂടുതൽ തെളിവുകളിലേക്ക് എത്താനായിട്ട് അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല. അതുകൊണ്ട് ഇത് മാത്രമാണ് എന്ന് തന്നെയാണ് അന്വേഷണ സംഘത്തിൻ്റെ വിലയിരുത്തൽ. നേരത്തെ ടോം സൂചിപ്പിച്ചതുപോലെ വലിയ രീതിയിലുള്ളൊരു വിമർശനങ്ങൾ അല്ലെങ്കിൽ ചോദ്യങ്ങളെല്ലാം തന്നെ തുടക്കത്തിൽ അന്വേഷണ സംഘത്തിനടക്കം നേരിട്ടിരുന്നു. നമുക്കറിയാം, എന്നെ അടക്കം ഈ കേസിലേക്ക് വരികയും ചെയ്യുന്ന ഒരു സാഹചര്യമുണ്ടായി. വിശദമായ പരിശോധന ഈ സ്ഫോടനം നടന്ന തൊട്ടടുത്ത ദിവസം തന്നെ നടക്കുകയും എല്ലാം തന്നെ ചെയ്തിരുന്നു. അതിൽ എല്ലാം വ്യക്തമായിരിക്കുന്നത് മറ്റാരും തന്നെ ഇയാൾക്ക് ഒരു ബന്ധവുമില്ലായിരുന്നു എന്ന് തന്നെയാണ് ഈ അന്വേഷണത്തിൽ തെളിഞ്ഞിരിക്കുന്നത്. ഇയാളുടെ ഫോൺ കോളുകൾ വിശദമായി പരിശോധിച്ചു. അതോടൊപ്പം തന്നെ ഇയാൾ രീതി എന്നത് വിശ്വസിക്കാൻ തുടക്കത്തിൽ നമുക്ക് വലിയ ബുദ്ധിമുട്ടുണ്ടായിരുന്നു. കാരണം പല രീതിയിലുള്ള സംശയങ്ങൾ. ഒന്ന്, ഈ ഡൊമിനിക് മാർട്ടിൻ, ഈ കേസിലെ ഏകപ്രതിയായിട്ടുള്ള ഡൊമിനിക് മാർട്ടിൻ കുറച്ചുനാൾ വിദേശത്തായിരുന്നു എന്ന് പറയുന്നുണ്ട്. അവിടെ ഇയാൾ മറ്റേതെങ്കിലും രാജ്യവിരുദ്ധ ശക്തികളുമായി ഇയാൾക്ക് ബന്ധമുണ്ടായിരുന്നോ തുടങ്ങിയ കാര്യങ്ങൾ ഇവർ പരിശോധിച്ചിരുന്നു ഈ അന്വേഷണ സംഘം. അതോടൊപ്പം എങ്ങനെയാണ് ഈ ബോംബ് നിർമ്മിക്കാൻ പഠിച്ചത്, യാതൊരു വിധത്തിലുള്ള പരീക്ഷണവും നടത്താതെ ഇതെങ്ങനെ ബോംബ് സ്ഫോടനം നടത്താൻ കഴിഞ്ഞു, ഇത്തരം കാര്യങ്ങളിലൊക്കെ ഒരു തുടക്കഘട്ടത്തിൽ തന്നെ നമുക്കൊക്കെ പല സംശയങ്ങൾ തോന്നിയതാണ്. ഇക്കാര്യങ്ങളിലൊക്കെ ഈ കുറ്റപത്രത്തിൽ വ്യക്തത വരുത്തുന്നുണ്ടോ അന്വേഷണ സംഘം?
അതിൽ കൃത്യമായും വ്യക്തത വരുത്തിക്കൊണ്ട് തന്നെയാണ് കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നത്. പ്രത്യേകിച്ച് ഇയാൾ പുറത്തുണ്ടായിരുന്ന കാലം ഗൾഫ് മേഖലയിലായിരുന്നു ഇയാൾ ജോലി ചെയ്തിരുന്നത്. അവിടെ ദീർഘകാലം ജോലി ചെയ്തിരുന്നു. അവിടെ ഉണ്ടാക്കിയ പരിചയങ്ങൾ, അപ്പോൾ അതിൽ ഏതെങ്കിലും രീതിയിൽ ആരെങ്കിലും ഇയാളെ ഇൻഫ്ലുവൻസ് ചെയ്തിട്ടുണ്ടോ എന്നതടക്കമുള്ള കാര്യങ്ങൾ അന്വേഷണ സംഘം വിശദമായിട്ട് തന്നെ പരിശോധിച്ചിരുന്നു. പ്രത്യേകിച്ച് ആ കാലഘട്ടത്തിൽ ഇയാൾക്കുണ്ടായിരുന്ന സൗഹൃദങ്ങൾ അതെന്തായിരുന്നു എന്നതടക്കം വളരെ വ്യക്തമായിട്ട് തന്നെ പരിശോധിച്ചുകൊണ്ടാണ് അന്വേഷണ സംഘം പോയത്. പക്ഷേ ആർക്കും തന്നെയും ഇയാളുമായിട്ട് വലിയൊരു അടുപ്പം പുലർത്തിയിരുന്നില്ല. ഇയാളും മറ്റുള്ളവരുമായിട്ട് വലിയ രീതിയിലൊരു അടുപ്പമില്ലാത്ത രീതിയിൽ തന്നെയാണ് കഴിഞ്ഞിരുന്നത്. അവിടേക്ക് പോലും ഇങ്ങനെയൊരു പ്ലോട്ട് ആസൂത്രണം ചെയ്യുക, അവിടെ നിന്ന് മാറി നിൽക്കുക എന്ന ലക്ഷ്യത്തോടുകൂടി തന്നെയായിരുന്നു എന്ന് അന്വേഷണ സംഘം സ്ഥിരീകരിച്ചിട്ടുണ്ട്. തിരിച്ച് എത്തിയതിനു ശേഷം ഇയാൾ ഈ യൂട്യൂബ് അടക്കമുള്ള മാധ്യമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണ് ഇതിൻ്റെ ഒരു നിർമ്മാണ രീതി അടക്കം സ്വായത്തമാക്കുന്നത്. അതിനുവേണ്ട അനുബന്ധ ഉപകരണങ്ങൾ കാര്യങ്ങളുമെല്ലാം തന്നെ ഇയാൾ ഈ IID സാങ്കേതിക വിദ്യയിൽ അധിഷ്ഠിതമായ സ്ഫോടക വസ്തു നിർമ്മിക്കുമ്പോൾ അതിനുവേണ്ടി നിർമ്മിച്ചിരുന്നു. ഇതിൻ്റെ ഒരു ആഘാതം കൂട്ടാൻ വേണ്ടിയാണ് അതിലെ ഉപോൽപ്പന്നമായിട്ട് പെട്രോൾ ഉപയോഗിക്കുന്ന പെട്രോൾ അധിഷ്ഠിതമായ രീതിയിലേക്ക് അതിൻ്റെ സാങ്കേതിക വിദ്യ മാറ്റിയെടുക്കുന്നത്. ഇതെല്ലാം തന്നെ ഇയാൾ പരിശോധിച്ചുറപ്പിച്ചതാണ്. അങ്ങനെ പല കടകളിൽ നിന്ന് ഇലക്ട്രോണിക് ഡിവൈസുകളടക്കം വാങ്ങിച്ചു. പിന്നീട് പെട്രോൾ ബങ്കുകളിൽ നിന്നായിട്ട് പെട്രോൾ വാങ്ങിച്ചു. ഇയാളുടെ അങ്കമാലിയിലുള്ള വീട്ടിൽ വാടകയ്ക്ക് കൊടുത്തിരിക്കുന്ന അവിടെ ഒരു 3 നില കെട്ടിടമുണ്ട്. അതിന് മുകളിൽ വെച്ചായിരുന്നു ഇത് ഇയാൾ ഘടിപ്പിക്കുന്നതടക്കമുള്ള ഒരു പരിശോധനകളടക്കം നടത്തിയത്. ഇവിടെ നിന്ന് നിർമ്മിച്ചതിന് ശേഷം അവിടെ നിന്ന് ഈ ബോംബുമായിട്ട് ഇയാൾ പോവുകയായിരുന്നു. അത്തരം കാര്യങ്ങളിലെല്ലാം തന്നെ CCTV ദൃശ്യങ്ങളടക്കം ഇയാൾ പറഞ്ഞിരിക്കുന്ന സമയവും കാര്യങ്ങളും എല്ലാം തന്നെ വ്യക്തമാണ്. അതിനുശേഷമാണ് ഇവിടെ നിന്ന് പോകുന്നത്. വീട്ടുകാരെ ചോദ്യം ചെയ്യുന്നതെല്ലാം ഇയാൾ പറഞ്ഞത് കാര്യങ്ങൾ കൃത്യമായ രീതിയിൽ തന്നെയാണ് പോലീസിനോട് അവതരിപ്പിച്ചിരിക്കുന്നത്. അത് മാത്രവുമല്ല, ഇയാൾ ആവർത്തിച്ച് പറയുന്നൊരു കാര്യമുണ്ട്. യഹോവ സാക്ഷികളോടുള്ള അവരോടുള്ള അമർഷം കൊണ്ട് മാത്രമാണ് താൻ ഈ കൃത്യത്തിന് മുതിരുന്നത് എന്നത് ഇയാൾ വിശദീകരിച്ചിട്ടുണ്ട്. അതിനപ്പുറത്തേക്ക് മറ്റാരുമായും തനിക്ക് ശത്രുതയോ കാര്യങ്ങളൊന്നുമില്ല. അതാണ് കാരണം മറ്റൊരു സംശയം നമുക്ക് തുടക്കത്തിൽ തോന്നിയത്. യഹോവ സാക്ഷികളോട് ഇത്തരമൊരു വിരോധമുണ്ടായിരുന്നുവെങ്കിൽ അതിന്റെ നേതൃത്വത്തിലുള്ള ആളുകളെ ലക്ഷ്യമിട്ടായിരുന്നല്ലോ ഈ സ്ഫോടനം നടത്തേണ്ടിയിരുന്നത്. പക്ഷെ അവിടുത്തെ യാതൊരു ഇതുമില്ല. അതായത് നിരപരാധികളായിട്ടുള്ള സാധാരണ വിശ്വാസികൾക്ക് നേരെ ഈ രീതിയിൽ ആക്രമണം നടത്തുന്നു. ഒരു കൂട്ടക്കുരുതി തന്നെയായിരുന്നു ഇയാൾ ലക്ഷ്യമിട്ടതെന്ന് തന്നെയാണോ ഈ അന്വേഷണ സംഘം കരുതുന്നത്? അത് തന്നെയാണ്. കാരണം ഇത് തുടക്കത്തിലും ഡൊമിനിക് മാർട്ടിൻ സമ്മതിച്ചിട്ടുണ്ട് എന്തുകൊണ്ട് നേതാക്കളിലേക്ക് പോകുന്നില്ല എന്നതടക്കം. പക്ഷേ ഈ വിശ്വാസ സമൂഹത്തിന് ഒരു ചിതറപ്പെടേണ്ടവർ ആ രീതിയിൽ അവരിൽ ഒരു ഉലയ്ക്കേണ്ടതായ ഒരു ആവശ്യം തന്നെ ഉണ്ട് എന്ന് തന്നെയാണ് അയാൾ വിശ്വസിച്ചിരുന്നത്. അയാൾ ആ രീതിയിൽ ചിന്തിച്ചു പോയി എന്നതുകൊണ്ട് മാത്രം ആണ് ഇത്രയും പേർക്ക് 8ഓളം പേർക്ക് ജീവഹാനി അടക്കം സംഭവിക്കുന്നത്. ഓർക്കുക, അയാളുടെ ബന്ധുക്കളടക്കം അവിടേക്ക് വന്നിരുന്നു. ഇതിലേക്ക് പങ്കെടുക്കാനായിട്ട് ഇയാളുടെ ബന്ധുക്കളടക്കം ചിലർ അവിടെ എത്തിയിരുന്നു എന്നതാണ്. പക്ഷേ എങ്കിൽ പോലും അയാൾ ആ കൃത്യത്തിൽ നിന്ന് പിന്മാറുന്നില്ല. അതുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെ തീരുമാനിക്കുകയായിരുന്നു. അത്രയ്ക്ക് അവരോട് അസഹിഷ്ണുത പുലർത്തിയിരുന്നു. അത് തന്നെയാണ് ഈ ഒരു പാതകത്തിലേക്ക് നയിച്ചത് എന്ന് തന്നെയാണ്. അതിൻ്റെ തെളിവുകൾ പോലീസ് ശേഖരിച്ചു. പിന്നീട് ഈ സ്ഫോടനം നടന്ന ദിവസം ഒരാൾ മരിക്കുകയും പിന്നീട് തുടർന്ന് അങ്ങോട്ട് പിന്നീട് ചികിത്സയിൽ ഗുരുതരമായ രീതിയിൽ മാരകമായ രീതിയിൽ പലർക്കും തീപ്പൊള്ളലേറ്റിരുന്നു. ഇവരെല്ലാം തന്നെ പല ദിവസങ്ങളിലായിട്ടാണ് ഈ 8 പേർ കൊല്ലപ്പെടുന്നത്. പല ദിവസങ്ങളിലായിട്ട് കൊല്ലപ്പെടുകയായി. ബോംബ് സ്ഫോടനത്തിൽ പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്നവരായിരുന്നു പല ദിവസങ്ങളായിട്ട് മരണപ്പെടുന്നത്. അപ്പോൾ ഇത് തീവ്രത വളരെ കൂടുതൽ തന്നെയായിരുന്നു എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ കൺവെൻഷൻ്റെ അവസാന ദിവസമായിരുന്നു, 5 ദിവസത്തോളം നീണ്ടുന്ന കൺവെൻഷൻ്റെ അവസാന ദിവസമായിരുന്നു ഇത് സംഭവിക്കുന്നത്. ആ വിശ്വാസ സമൂഹത്തിൽ കനത്ത ആഘാതം സൃഷ്ടിക്കുക എന്ന ലക്ഷ്യത്തോടു കൂടി തന്നെയായിരുന്നു താൻ ഈ കൃത്യം ആസൂത്രണം ചെയ്ത് നടപ്പാക്കിയതെന്നാണ് തുടക്കത്തിൽ തന്നെ ഇയാൾ അന്വേഷണ ഉദ്യോഗസ്ഥരോട് പറഞ്ഞിട്ടുള്ളത്. അതിന് ആനുപാതികമായ തെളിവുകളടക്കം ഇവർ ശേഖരിച്ചു. അതുമാത്രമല്ല, ഇയാൾ തുടക്കത്തിൽ പറഞ്ഞ കാര്യങ്ങൾ അത് എല്ലാം തന്നെ ശരിയാണ് എന്ന രീതിയിൽ തന്നെയാണ് ഈ അന്വേഷണ സംഘത്തിനും ഇതിൻ്റെ മുന്നോട്ടുള്ള പോക്കിൽ മനസ്സിലാകുകയും ചെയ്തിട്ടുള്ളത്. ആദ്യം പറഞ്ഞതിൽ നിന്ന് ഏതെങ്കിലും രീതിയിൽ അതിൽ വാസ്തവവിരുദ്ധമായി എന്തെങ്കിലും ഉണ്ടെന്ന് സ്ഥാപിച്ചെടുക്കാനും അന്വേഷണ സംഘത്തിന് കഴിഞ്ഞിട്ടില്ല എന്നതും ശ്രദ്ധേയമാണ്. ചെയ്ത കാര്യങ്ങൾ അക്കമിട്ട് നിരത്തുന്നത് പോലെ തന്നെയാണ് അന്വേഷണ സംഘത്തോട് ഇയാൾ പറഞ്ഞത്. ഇയാൾ ഒരുപക്ഷെ നമ്മൾ അന്ന് തുടക്കത്തിൽ പറഞ്ഞതുപോലെ ഇയാൾ നേരിട്ട് ഹാജരായില്ലെങ്കിൽ അത് അന്വേഷണ ഉദ്യോഗസ്ഥർ അതെങ്ങനെ കണ്ടുപിടിക്കുമെന്നതടക്കം ഉള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. എവിടെയെല്ലാം അന്വേഷണ സംഘത്തിന് ഇത്ര നാൾ ഈ അന്വേഷണവുമായി മുന്നോട്ട് പോകുമെന്ന ചോദ്യമെല്ലാം വളരെ തുടക്കത്തിൽ തന്നെ വന്നിരുന്നു. പക്ഷേ
അതിനെല്ലാം ഉത്തരമായിക്കൊണ്ട് തന്നെ അന്ന് ഉച്ച കഴിയുന്നതോടുകൂടി തന്നെ ഇയാൾ അന്വേഷണ സംഘം ഈ മറ്റൊരു പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കീഴടങ്ങുകയായിരുന്നു. ഒപ്പം താൻ ചെയ്ത കാര്യങ്ങൾ കൃത്യമായി വീഡിയോ ചിത്രീകരിച്ച കാര്യങ്ങളെല്ലാം തന്നെ പറയുകയും എല്ലാം തന്നെ ചെയ്തു. അങ്ങനെ തികച്ചും അസാധാരണമായ ഒരു സംഭവം, അസാധാരണക്കാരനായ ഒരു കൊലയാളി തന്നെയായിരുന്നു ഡൊമിനിക് മാർട്ടിൻ എന്നാണ് ഈ അന്വേഷണ സംഘം വിലയിരുത്തുന്നത്. കാരണം സാധാരണമെന്ന് ഉദ്ദേശിക്കുന്നത് ഒരു സാധാരണ രീതിയിൽ അനുവർത്തിക്കുന്ന രീതികളൊന്നുമില്ലാതെ എന്താണ് ചെയ്യാൻ ഉദ്ദേശിച്ചത് അത് വളരെ കൃത്യമായിട്ട് ചെയ്തുകൊണ്ട് അത് ഏറ്റുപറഞ്ഞുകൊണ്ട് മറ്റ് കൺഫ്യൂഷൻസിലേക്കൊന്നും പോകാതെ തന്നെ കൃത്യമായി ഞാനിത് ചെയ്തു, ഞാനിത് ഏറ്റുപറയുന്നു എന്ന രീതിയിലായിരുന്നു ഇയാളുടെ ഒരു പ്രവൃത്തിയായിട്ട് കാണുന്നത്. എന്തായാലും അന്വേഷണം പൂർത്തിയാക്കിയപ്പോൾ കുറ്റപത്രം സമർപ്പിച്ചിരിക്കുന്നു. ടോം. തീർച്ചയായും ഡാനി സൂചിപ്പിച്ചതുപോലെ ഒരു അസാധാരണമായിട്ടുള്ള സംഭവമാണ് നമ്മളെ സംബന്ധിച്ച്. കാരണം ഇത്തരത്തിലൊരു പ്രാർത്ഥനാ കേന്ദ്രത്തിൽ, കൺവെൻഷൻ സെന്ററിൽ സ്ഫോടനം നടക്കുക, 8 പേരുടെ ജീവൻ നഷ്ടപ്പെടുക എന്നതൊക്കെ പറയുമ്പോൾ അത് വലിയ ഞെട്ടലുളവാക്കിയ സംഭവം തന്നെയാണ്. ഇപ്പോൾ ഈ ഡൊമിനിക് മാർട്ടിൻ കേസിലെ ഏക പ്രതി ഇപ്പോൾ ഏത് ജയിലിലാണ്? എന്തായാലും ഈ അന്വേഷണത്തിന്റെ നടപടികളൊക്കെ പൂർത്തിയായിട്ടുണ്ട്. വിചാരണ നടപടികൾ എപ്പോൾ ആരംഭിക്കാൻ കഴിയുമെന്ന് പ്രതീക്ഷിക്കാം? ഏറ്റവും വിചാരണ നടപടികൾ വൈകാതെ തന്നെ ഇതിൽ തുടങ്ങും. കേസിൽ ട്രയൽ അടക്കമുള്ള കാര്യങ്ങളിലേക്ക് തുടങ്ങും. ആദ്യഘട്ടത്തിൽ റിമാൻഡിലായിരുന്ന ആദ്യഘട്ടത്തിലെല്ലാം തന്നെ ഇയാൾ എറണാകുളം ജില്ലാ ജയിലിലായിരുന്നു. പിന്നീട് അതിസുരക്ഷാ ജയിലിലേക്ക് തന്നെ ഇയാളെ മാറ്റിയിട്ടുണ്ട്. ഇനിയിപ്പോൾ വിചാരണ നടപടികൾ തുടങ്ങുന്നതിന് മുറയ്ക്ക് തന്നെ ഇയാളെ വീണ്ടും എറണാകുളം ജില്ലാ ജയിലിലേക്ക് മാറ്റും എന്നാണ് ലഭിക്കുന്ന സൂചനകൾ. എന്തായാലും അതിനുള്ള നടപടികൾ വൈകാതെ തന്നെ ആരംഭിക്കും. സംസ്ഥാനത്തെ ഞെട്ടിച്ച വളരെയധികം മുറിവേൽപ്പിച്ച എന്ന് തന്നെ പറയാം. കാരണം ആ ദിവസങ്ങൾ വളരെ ആശങ്കാജനകമായിരുന്നു. വലിയ രീതിയിൽ പല ചർച്ചകളിലേക്കും തന്നെ പല കാര്യങ്ങളിലേക്കും തന്നെ വഴിതിരിഞ്ഞൊരു സമയമായിരുന്നു. അങ്ങനെ അത്തരം ഒരു സംഭവം നടാടെയാണ് ഇങ്ങനെ 8 പേർ ഒരു സ്ഫോടനത്തിൽ കൊല്ലപ്പെടുക. അതും ഈ കേരളത്തിൽ സംഭവിക്കുക. നമ്മൾ പലപ്പോഴും നോർത്തിലുമെല്ലാം പല കാര്യങ്ങളും സൂചിപ്പിക്കുന്നത് നമ്മുടെ നാട്ടിൽ തന്നെ സംഭവിക്കുക. അതെല്ലാവരും തന്നെ ഞെട്ടിച്ച സംഭവമാണ്. അതിൻ്റെ അന്വേഷണം അത് പരിസമാപ്തിയിലേക്ക് എത്തിയിരിക്കുന്നു. ഇനി വിചാരണയുടെ നാളുകളാണ്. എന്ത് ശിക്ഷയാണ് കോടതി ഇയാൾക്ക് കരുതി വെച്ചിരിക്കുന്നതെന്നാണ് ഇനി കാണേണ്ടത്. ടോം. എന്താണ് ഈ കൂട്ടക്കുരുതി നടത്തിയ ഡൊമിനിക് മാർട്ടിനുള്ള ശിക്ഷ എന്തായിരിക്കും? അതിനുവേണ്ടി കേരളം കാത്തിരിക്കുകയാണ്.